കൂട്ടുകാരെ, മാലയോഗത്തിൻ്റെ പുതിയൊരു ഭാഗവുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ സുഖമാണോ? എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? മാലയോഗം എന്ന കഥ ഉണ്ണിമായുടെയും കവിതയുടെയും കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ടോ? എന്താണ് കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറി ഇടുമ്പം അധികം ഞാൻ രാവിലെ 11 മണി ആ സമയങ്ങളിലാണ്, 11:30 ആകുമ്പോഴേക്കും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ മാലയോഗം എത്തും നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ അതറിയിക്കാൻ ബെൽ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. മാലയോഗം ഭാഗം 17 എടാ ചെറ്റേ, അപ്പോൾ താനാണല്ലേ ഇതിൻ്റെ പിറകിൽ? നാട് മുഴുവൻ പാട്ടാക്കിയിട്ട് താൻ എന്ത് നേടിയടോ? കവിതയുടെ നിയന്ത്രണം വിട്ടതുപോലെ തങ്കപ്പന് നേരെ അവൾ വന്നു. ആ, ഇതാപ്പോൾ നന്നായേ. അവൾ ചെയ്തതിലല്ല, ഞാൻ പറഞ്ഞതിലാണ് നിനക്ക് കെറിവ്. അനുഭവിക്കുമടി. അവളും അവളെ തൂങ്ങി നടക്കുന്ന നീയും നാറി നാടുവിടണം. അവരെ നോക്കി ആഞ്ഞ് കാർക്കിച്ചു തുപ്പി തങ്കപ്പൻ ഇറങ്ങിപ്പോയി. ദേഹമാകെ വിറച്ചു തളർന്നു പോയപ്പോൾ കവിത ഒരു നിമിഷം വേച്ചു പോയി. വീണു പോവാതിരിക്കാൻ അവൾ ഭിത്തിയിൽ ചാഞ്ഞു. അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ആ ഉണ്ണിമായുടെ പിറകെ നടന്ന് നീയും വെറുതെ ചീത്തപ്പേരുണ്ടാക്കി വെക്കണ്ട. മതി നിന്റെ ആയുധം ഉണ്ടാക്കലും കുടുംബം നോക്കലും. നിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് അരി മേടിക്കാമെന്ന് വിചാരിച്ച് നിന്നെവിടെ കെട്ടിക്കാതെ നിർത്തിയാൽ പിന്നെ ചോറിൽ വിഷം കലർത്തി ചാവേണ്ട അവസ്ഥയിലെത്തും. അമ്മേ. സുചിത്രയുടെ വാക്കുകൾ കേട്ട് കവിത ആ നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല. മിണ്ടരുത് നീ. വേഗം നിന്റെ കല്യാണം നടത്തണം. സുചിത്ര ശ്വാസം വന്നെടുക്കാൻ പാടുപെട്ട് തൂണിൽ മുറുകെ പിടിച്ചു ചാരി നിന്നു. ഭാമിനി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് കിട്ടാൻ വേണ്ടി റിസപ്ഷനിൽ പോയതായിരുന്നു. അഴിഞ്ഞുപോയ മുടിയിഴകൾ പോലും നേരെയാക്കാതെ ഉണ്ണിമായ ആ ബെഡിലങ്ങനെ ഇരുന്നു. കാറ്റിൽ ഓരോ മുടിയിഴകൾ അവളെ തഴുകിക്കൊണ്ടിരുന്നു. അവൾ നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ടു എങ്ങോട്ടോ നോക്കി അഗാധമായ ചിന്തയിലായിരുന്നു. മുഖമെല്ലാം ആകെ വാടി വറ്റി വരണ്ട അധരങ്ങൾ. കണ്ണിന് ചുറ്റും കറുത്ത അടയാളങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഭരതൻ ശരവേഗത്തിൽ വന്നു ബെഡിന് ചുറ്റും മറച്ച കർട്ടൻ മാറ്റി. അങ്ങനെ ഒരാൾ അങ്ങോട്ട് കയറി വന്നതൊന്നും ഉണ്ണിമായ അറിഞ്ഞില്ല എന്നതാണ് അത്ഭുതം. മുഖത്ത് വന്ന രോഷം അവളുടെ ആ രൂപവും ഇരുത്തവും കണ്ടതോടെ അലിഞ്ഞു ഇല്ലാതാകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോഴും അനക്കമില്ലാതെ ഇരിക്കുകയായിരുന്നു ഉണ്ണിമായ. ഭരതൻ അവളുടെ അരികിൽ നിൽക്കുന്നതൊന്നും അറിയാത്തത്രയും മനസ്സ് എങ്ങോ ആയിരുന്നു. ഒരു വേള ആരുടെയോ സാമീപ്യം അറിഞ്ഞതും ഉണ്ണിമായ മിഴികൾ ഉയർത്തി നോക്കി. ഭരതനെ കണ്ടതും അവളുടെ നെഞ്ചിൽ ഭാരമേറി. ഇയാൾ എന്തിന് എന്നെ ഇങ്ങനെ പിന്തുടരുന്നു എന്നോർക്കെ മിഴികൾ നിറഞ്ഞു. ഡിസ്ചാർജ് ബില്ല് കിട്ടിയതും വീട്ടിൽ പോകാമെന്ന കണക്ക് കൂട്ടലിൽ നടന്നു വരുന്ന ഭാമിനി ഉണ്ണിമായുടെ ബെഡിനരികിൽ ഭരതനെ കണ്ടതും കാലുകൾ നിശ്ചലമായി. അവർ അവരുടെ കൺമുൻപിൽ നിന്നും മാറി നിന്നു. ആരാ ഉണ്ണിമായെ ചതിച്ചത്? നേർത്ത സ്വരത്തിൽ അവൻ ചോദിച്ചതും അവൾ ഇടിവെട്ടിയതുപോലെ നിന്നു. മിഴികൾ വിടർന്നു വരുന്നത് കണ്ടു ഭരതൻ അവൻ കേട്ട വാർത്ത സത്യമാണെന്ന് ബോധ്യമായി.
ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഭരതന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലേക്ക് ഒഴുകും തോറും അവളുടെ നെഞ്ചിടിപ്പേറി. അവളുടെ ശ്വാസഗതി അനിയന്ത്രിതമായി ഉയർന്നു താഴ്ന്നു. ഇതെല്ലാം കേട്ടു കർട്ടന് പിറകിൽ നിൽക്കുന്ന ഭാമിനിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. നിന്ന നിൽപ്പിൽ ശ്വാസം നിലച്ചു പോകുമോ എന്ന് അവൾ ഭയന്നു. "പറ ഉണ്ണിമായ, നിന്നെ ആരാ ചതിച്ചത്? അവൻ ആരായാലും ഈ കാൽക്കൽ കൊണ്ടിട്ടു തരും." ഇത് ഇലഞ്ഞിത്തറയിലെ ഭരതൻ നമ്പ്യാരുടെ വാക്കാ. പറയുമ്പോൾ മനസ്സിന്റെ വേദന കൊണ്ട് അറിയാതെയെങ്കിലും അവന്റെ സ്വരം ഒരൽപ്പം ഇടറിപ്പോയിരുന്നു. അത് മനസ്സിലായെന്നോണം ഉണ്ണിമായയും അവന് മുഖം നൽകാതെ മിഴികൾ ചിമ്മി. "ഉണ്ണിമായ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. നിന്നെ ചതിച്ചിട്ട് അവൻ അങ്ങനെ സൗര്യമായി ജീവിക്കണ്ട. അവനെയും കൊണ്ടേ ഞാനിനി നിന്റെ മുൻപിൽ വരൂ." "ചെറിയമ്പ്യാരെ," പറഞ്ഞു തീർന്നു ഭരതൻ മുമ്പേ നടക്കാൻ തുടങ്ങിയതും പതിഞ്ഞ സ്വരത്തിലുള്ള ഉണ്ണിമായുടെ ശബ്ദം കേട്ട് അവൻ സ്വിച്ചിട്ട പോലെ നിന്നു. അവൾ നടന്നു വന്നു ഭരതന്റെ മുൻവശത്ത് തന്നെ നിന്നു. ഭരതനെ എങ്ങനെയെങ്കിലും തന്റെ ഈ നശിച്ച ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് മാത്രമേ അവളുടെ മനസ്സപ്പോൾ ആഗ്രഹിച്ചതുള്ളൂ. "എന്നെ പിന്തുടർന്ന് ഇങ്ങനെ സഹായിക്കാൻ ഞാൻ ചെറിയമ്പ്യാരുടെ ആരാണ്? കൂടപ്പിറപ്പാണോ? സുഹൃത്താണോ? കാമുകിയാണോ? അതൊന്നുമല്ലെങ്കിൽ ഭാര്യയാണോ?" ഭരതന്റെ മിഴികൾ ഏറെ നേരം ഉണ്ണിമായിൽ തന്നെ കുരുങ്ങി നിന്നു. "എൻ്റെ അമ്മ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഉണ്ണിമായയാണ്. ഉണ്ണിമായെ മാത്രമേ ഞാൻ എൻ്റെ ഭാര്യയായി സങ്കല്പിച്ചിട്ടുള്ളൂ." മിഴികൾ വെട്ടാതെ നോക്കിക്കൊണ്ട് ഭരതൻ പറഞ്ഞു. അങ്ങേയറ്റ ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾ. "ഭാര്യയാക്കണമെന്നത് സ്വയം അങ്ങനെ തീരുമാനിച്ചാൽ മതിയായിരുന്നോ?" "എൻ്റെ ഇഷ്ടം ചെറിയമ്പ്യാർ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരു നോട്ടം കൊണ്ടുപോലും എനിക്ക് ചെറിയമ്പ്യാരോട് ഇഷ്ടമുള്ളതായി തോന്നിയിട്ടുണ്ടോ? ചെറിയമ്പ്യാർക്ക് പോകാം. എന്നെ ആരും രക്ഷിക്കേണ്ട. ജീവിതം കാലിൻ ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോകുന്നത് നോക്കി നിൽക്കുകയാണ് ഞാൻ. മുന്നോട്ടിനി എനിക്കൊന്നുമില്ല. ജീവിക്കാനും മരിക്കാനും പേടിയാണ് എനിക്കിപ്പോൾ. ദയവ് ചെയ്ത് ചെറിയമ്പ്യാർ ഇനി എന്നെ കാണാൻ വരരുത്." കൈകൾ കൂപ്പി ഭരതന് നേരെ നിന്ന് മിഴികൾ ചിമ്മി കരഞ്ഞപ്പോൾ തനിക്ക് ഇത്രയും ധൈര്യം എവിടെന്ന് കിട്ടിയെന്ന് അവൾ ആശ്ചര്യപ്പെട്ടു. തകർന്ന നെഞ്ചോടെ അവൾ പറയുന്നതൊക്കെയും കേട്ടുകൊണ്ട് ഭരതൻ നിന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഉണ്ണിമായയും ഭാമിനിയും വീടിന്റെ മുൻപിൽ ഓട്ടോയിൽ വന്നിറങ്ങി. അയൽപ്പക്കത്തുള്ളവർ എത്തി നോക്കുന്നുണ്ടെങ്കിലും അടുത്തേക്ക് വരുന്നില്ല എന്നത് ഭാമിനി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തിനും ഏതിനും സഹായത്തിന് ഓടിയെത്തുന്നവർ ഭാമിനി പ്രയാസപ്പെട്ട് കനമുള്ള ബാഗ് എടുത്ത് പൊക്കിപ്പോകുന്നത് കണ്ടിട്ടും നോക്കുകുത്തികളായി നിൽക്കുന്നത് കണ്ട് ഭാമിനിക്ക് ശങ്കയായി. "എന്ത് നോക്കിക്കൊണ്ട് നിൽക്കാടി, കേറിപ്പോടി വീട്ടിൽക്ക്." അയൽവാസി സുകുമാരൻ തന്റെ വീട്ടുകാർക്ക് നേരെയുള്ള ശൗര്യം നിറഞ്ഞ ആജ്ഞാപനം കൂടെ കേട്ടപ്പോൾ ഭാമിനിക്ക് ഉറപ്പായി അവർ എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഉണ്ണിമായ അപ്പോഴും എവിടെയും നോക്കാതെ മുറിയിലേക്ക് കടന്നുപോയിരുന്നു. എങ്കിലും സുകുമാരന്റെ ശബ്ദവും ആജ്ഞാപനവും അവളും കേട്ടിരുന്നു. "ഭാമിനി ചേച്ചി, നമ്മളൊക്കെ മക്കളെ പഠിപ്പിക്കുന്നതും ജോലിക്കയക്കുന്നതും നല്ലത് തന്നെ. പക്ഷെ അത് ഇതുപോലെ ഗർഭവും കൊണ്ട് വരാനാവരുത്." ഉണ്ണിത്താന്റെ പെങ്ങൾ ഭാമിനിക്ക് നേരെ വന്നു കലി തുള്ളി. "ഉണ്ണിമായ്ക്കും എനിക്കും മാത്രം അറിയാവുന്ന ഈ കാര്യങ്ങൾ എങ്ങനെ ഇവരെല്ലാം അറിഞ്ഞു?" ഭാമിനിയുടെ പെരുവിരൽ മുതൽ ഉച്ചി വരെ തരിച്ചു കൊണ്ടിരുന്നു. ദേഹമാകെ വിറയൽ അനുഭവപ്പെട്ടു. നെറ്റിയിൽ നിന്ന് ഒലിക്കുന്ന വിയർപ്പ് അവർ സാരി തലപ്പ് കൊണ്ട് അമർത്തി തുടച്ചു.
ഇലഞ്ഞിത്തറയിലെ ചെറിയമ്പ്യാറ് വരെ ഇക്കാര്യം അറിയണമെങ്കിൽ ഇതിന് പിന്നിൽ ആരെങ്കിലും കാണും. മനസ്സിന് അലട്ടുന്ന ചിന്തകൾ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഉണ്ണിത്താൻ്റെ പെങ്ങളുടെ വാക്കുകൾ ഒന്നും ഭാമിനി കേൾക്കുന്നുണ്ടായിരുന്നില്ല. എടി, എൻ്റെ വായിന്ന് ഒരു മനുഷ്യക്കുഞ്ഞെറിഞ്ഞിട്ടില്ല. നീ വല്ലവരോടും വിളമ്പിയിരുന്നോ? നിന്റെ അമ്മായി പറഞ്ഞത് നീ കേട്ടില്ലേ? ആശുപത്രിയിൽ വന്നപ്പോൾ ചെറിയമ്പ്യാരും തിരക്കിയില്ലേ? ഭാമിനിയുടെ ചോദ്യങ്ങളൊന്നും കേൾക്കാത്ത മട്ടിൽ കിടക്കുന്ന ഉണ്ണിമായയുടെ തോളിൽ തട്ടി അവർ വലിച്ചു. എടീ, നീ ആ കവിതയോടെങ്ങാനും നിന്റെ കാര്യം പറഞ്ഞിരുന്നോ? എടി, നീ കണ്ണടച്ചാൽ നിനക്കേ ഇരുട്ടാവുള്ളൂ. വാ തുറന്ന് പറയടി. ഭാമിനിയുടെ ഹൃദയം മിടിപ്പേറി. അമ്മയ്ക്ക് എന്താ ഇപ്പോൾ വേണ്ടത്? പറഞ്ഞു പരത്തിയ ആളെ കിട്ടിയ എല്ലാ പ്രശ്നവും അവസാനിക്കുമോ? മിഴികൾ വിടർത്തി അമർഷത്തോടെ ചോദിക്കുമ്പോഴും അവളുടെ മിഴികൾ കരഞ്ഞ് ചോര നിറമായി പോയിരുന്നു. കുടുംബത്തിൻ്റെ മാനം കളഞ്ഞിട്ട് അധിക പ്രസംഗം നടത്തുന്നോടി അസത്തെ. നീ എവിടെയെങ്കിലും പോയിക്കോ, അല്ലെങ്കിൽ നീ ചാവുന്നതാ നല്ലത്. എൻ്റെ ഈശ്വരന്മാരെ, ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും? അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നീറിച്ചാവില്ലായിരുന്നു. എൻ്റെ മോൻ, അവനൊരു ബുദ്ധിയും പ്രായമൊക്കെ എത്തിയിരുന്നെങ്കിൽ അവനെയും കൂടെ കൂട്ടി എവിടെയെങ്കിലും പോയി ജീവിക്കാമായിരുന്നു. പട്ടിണിയാണെങ്കിലും മനസ്സമാധാനം കിട്ടുന്നൊരിടം ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വരന്മാരെ. നിന്നെ കണ്ണടച്ച് വിശ്വസിച്ചതിന് നീ എനിക്ക് തന്ന ശിക്ഷയാണോ ഇത്? അവളുടെ ഒരു ജോലി, ഇതായിരുന്നോടി നിനക്ക് അവിടെ ജോലി? ഉണ്ണിമായുടെ ഹൃദയം കീറി മുറിക്കാൻ പാകത്തിലുള്ള വാക്കുകൾ ഭാമിനിയിൽ നിന്നും അടർന്നു വീഴുമ്പോൾ അവളുടെ നെഞ്ചം പൊള്ളുന്നുണ്ടായിരുന്നു. ശ്വാസം നിലച്ചു ജീവൻ പോയി കിട്ടിയിരുന്നെങ്കിലെന്ന് അവൾ ആ കട്ടിലിൽ കിടന്ന് ഓർത്തു. സുചിത്ര അടുക്കളയിൽ കഴുകിയ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. ജിതിനും വിപിനും വന്നാൽ വീടാകെ ഉണർന്ന് ബഹളമാണ്. സുനിതക്കാകട്ടെ അരമണിക്കൂർ കൂടുമ്പോൾ കഴിക്കാൻ കിട്ടണം. മാനസികാസുഖങ്ങൾക്കുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ അസഹ്യമായ വിശപ്പാണ് അവൾക്ക്. അത്താഴത്തിനുണ്ടാക്കി വെച്ചതൊക്കെ അവരെ കാണാതെ എടുത്ത് കഴിച്ച് പലപ്പോഴും ആ വീട്ടിലുള്ളവർ അത്താഴപ്പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. സുനിതയ്ക്കുള്ള ചായയും പലഹാരവും എടുത്ത് സുചിത്ര അകത്തേക്ക് വന്നപ്പോഴാണ് താഴെ പാഴയിൽ അവിടെ മുഖം പൊത്തി കവിത കിടക്കുന്നത് കണ്ടത്. കവിതേ, ഓരോന്ന് ഓർത്ത് വയറ് വിശന്ന് കിടന്ന് വല്ല വയ്യായിയും വരുത്തി വെച്ചാൽ ചികിത്സിക്കാൻ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. നീ എന്തൊക്കെ സമരം ചെയ്താലും നിന്റെ കല്യാണം നടത്തുമെന്നുള്ള എൻ്റെ തീരുമാനത്തിൽ അണുവിട മാറ്റമില്ല, സുചിത്ര കട്ടായം പറഞ്ഞു. കെട്ടിക്കുമെന്ന് പേടിച്ച് അമ്മയോട് പിണങ്ങിയിരിക്കാൻ എൻ്റെ തലക്ക് സൂക്കേടൊന്നുമില്ല. അമ്മ എത്രയൊക്കെ ഒച്ച വെച്ചാലും തീരുമാനിച്ചുറപ്പിച്ചാലും കവിതയുടെ സമ്മതമില്ലാതെ ഒരുത്തനും ഈ കഴുത്തിൽ താലി കെട്ടില്ല. സുചിത്രയുടെ ശബ്ദം കേട്ടതും അവൾ കിടന്ന പാടെ തലയൊന്ന് ഉയർത്തി കൈപ്പത്തിക്കൊണ്ട് തലക്ക് കൈവച്ചു. സുചിത്ര പലഹാരപാത്രവും പിടിച്ചു കട്ടിലയിൽ ചാരി നിന്നു. എന്നെ ധിക്കരിക്കാനാണോ നിന്റെ ഉദ്ദേശം? അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. ധിക്കരിക്കേണ്ടതൊന്നും അമ്മ ചെയ്യാതിരുന്നാൽ ഞാൻ നല്ല കുട്ടിയായിരിക്കും. കവിത എഴുന്നേറ്റ് കാലുകൾ കുത്തി ഇരു കൈകൾ കൊണ്ട് വട്ടം വെച്ചു. ആളാരാണെന്ന് അവൾ പറഞ്ഞ? സുചിത്ര അടുത്തേക്കിരുന്ന് നേർത്ത സ്വരത്തിൽ തിരക്കി. മറുപടിയായി അവരെയൊന്ന് തുറുപ്പിച്ചു നോക്കി. പറയാൻ താല്പര്യമില്ലാതെ അവൾ ചാടി എഴുന്നേറ്റു. നീ ഇതെങ്ങോട്ടാ? ചാടിത്തുള്ളി വേലി കടന്നു പോകുന്നവളെ നോക്കി സുചിത്ര ഉറക്കെ ചോദിച്ചു. കവിത നേരെ പോയത് ആൽത്തറക്കരികിലുള്ള തൊടിയിലേക്കായിരുന്നു. ജോസൂട്ടി അവിടെ ഉണ്ടോ എന്ന് എത്തി നോക്കാറുള്ള മതിലിലേക്ക് ഒന്ന് നോക്കി അവൾ ധൈര്യത്തോടെ മതിലും കടന്ന് അവിടേക്ക് പോയി. ജോസൂട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു.
അമ്പലത്തിലേക്ക് വരുന്ന പുരുഷ ഭക്തരും പൂജാരിമാരും കൂടാതെ ആ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും ഒന്ന് വിശ്രമിക്കാനിരിക്കുന്ന ഇട ആയതുകൊണ്ട് തന്നെ ആൽത്തറക്കരികിൽ സ്ത്രീ സാന്നിധ്യം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മതിലിൻ്റെ നടുവിലെ കവാടം കടന്ന് കവിത വരുന്നത് അവനിൽ ആശ്ചര്യമേറി. തിടുക്കപ്പെട്ട് വരുന്നവളുടെ നേരെ ചെല്ലണോ, അവിടെ തന്നെ ഇരിക്കണോ എന്ന ശങ്കയിൽ അവൻ അടുത്തിരിക്കുന്നവനെ നോക്കി. മനോരമ ആഴ്ചപ്പതിപ്പിൽ മുഖം താഴ്ത്തിയിരിക്കുന്ന സുഹൃത്ത് ജോസൂട്ടിയുടെ നോട്ടത്തെ അവൻ കണ്ടില്ലായിരുന്നു. അവളുടെ വലിഞ്ഞു മുറുകിയ മുഖം അവനിൽ ഭീതി പടർത്തി. എന്തോ പന്തികേട് തോന്നിയതും ജോസൂട്ടി അവൾ ഇങ്ങോട്ട് എത്തും മുമ്പേ അവൻ അങ്ങോട്ട് എത്തി. വിഷ്ണു എവിടെ? തിരുവാതിരയ്ക്ക് അവനെ എവിടെ കണ്ടതാണല്ലോ. നടപ്പിൻ്റെ കിതപ്പിലും കവിതയുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം ഒട്ടും കുറഞ്ഞില്ലായിരുന്നു. അവൻ ബോംബെയിലേക്ക് തിരിച്ചുപോയി. ഞൊടി നേരം കൊണ്ട് അവൻ ഉത്തരം നൽകി. ജോസൂട്ടിയുടെ മുഖത്തെല്ലാം നിസ്സാരമെന്ന് തോന്നുന്ന ഭാവമായിരുന്നു. എങ്കിലും അകാരണമായ ഒരു ഭീതി അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിന് കാരണം കവിതയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റമായിരുന്നു. വിഷ്ണുവേട്ടൻ എന്നല്ലാതെ വിളിച്ചു കേട്ടിട്ടില്ല. ഇന്നിപ്പോൾ വിഷ്ണു, അവൻ എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഉണ്ണിമായെ ഗർഭിണിയാക്കിയത് വിഷ്ണുവാണെന്ന് അവൻ പറഞ്ഞിട്ടില്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണെന്ന് ജോസൂട്ടിക്ക് ഉറപ്പായിരുന്നു. അവളെ അപായപ്പെടുത്താൻ നോക്കിയതും തിരുവാതിരക്കിടയിൽ മോഷ്ടിക്കാനെത്തിയ കള്ളനല്ലെന്നും അത് സാക്ഷാൽ വിഷ്ണു ആണെന്നും പച്ച വെളിച്ചം പോലെ ജോസൂട്ടിക്കറിയാം. അതും വിഷ്ണു പറഞ്ഞറിഞ്ഞതല്ല, ജോസൂട്ടി മനസ്സിലാക്കിയെടുത്തതാണ്. തൻ്റെ വായിൽ നിന്നും ഒരു രഹസ്യവും പുറത്തു പോകരുതെന്ന് ജോസൂട്ടി മനസ്സിനെ പഠിപ്പിച്ചു നിർത്തി. ഉണ്ണിമായ തന്ന നമ്പർ ഞാൻ വിഷ്ണുവിനു കൊടുക്കാൻ ജോസൂട്ടിയെ ഏൽപ്പിച്ചിട്ട് പിന്നെന്താ സംഭവിച്ചത്? ഞാൻ അപ്പോഴേ അവൻ വിളിച്ചപ്പോൾ നമ്പർ കൊടുത്തല്ലോ. നീ എന്നതാ കവിതയെ പോലീസുകാർ ചോദ്യം ചെയ്യും പോലെ? വിഷ്ണു ഇവിടെ എത്തിയില്ലെങ്കിൽ പോലെയല്ല, ശരിക്കും പോലീസ് ചോദ്യം ചെയ്യും. കേസ് കൊലപാതക ശ്രമം. ജോസൂട്ടിക്ക് എന്താ വക എന്നറിയണ്ടേ? കൂട്ടുപ്രതി. കവിത പറഞ്ഞിട്ട് പോകുന്നത് കേട്ട് തൊണ്ടയിൽ കുരുങ്ങിയ ഉമിനീർ പാടുപെട്ട് ഇറക്കി ജോസൂട്ടി അങ്ങനെ നിന്നു. എല്ലാം അറിഞ്ഞിട്ടും അവൻ്റെ പിണ്ണാക്കിലൊരു അഭിനയം. ഒന്നിനെയും വെറുതെ വിടില്ല. പിറുപിറുത്തുകൊണ്ട് കവിത പിറകിലേക്ക് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി നടന്നു. കൈ രണ്ടും നെഞ്ചോട് അമർത്തി കെട്ടി നിവർന്നു നിൽക്കുന്നവൻ്റെ നെഞ്ചിൽ അവളുടെ നെഞ്ച് വന്ന് ഇടിച്ചതും പിടിച്ചു നിൽക്കാനാകാതെ കവിത പിറകിലേക്ക് വേച്ചുപോയി. അവൾ വേച്ചു പോകുന്നത് കണ്ടിട്ടും കൃഷ്ണമണി പോലും അനങ്ങാതെ മിഴികൾ വിടർത്തി അങ്ങനെ തന്നെ നിൽക്കുന്നവനെ കണ്ട് കവിതയും ഒന്ന് പതറി. വൈദ്യുതി പോലെ ശരീരത്തിൽ കയറിയ കോപമെല്ലാം അലിഞ്ഞിറങ്ങി ദേഹം വെള്ളം പോലെയാകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ശൗര്യം മാറി വിറയലായി. തിളക്കമാർന്ന അവൻ്റെ മിഴികളെ എതിരിടാൻ ആവാതെ അവൾ തലകുനിച്ചു. ഭരതൻ അപ്പോഴും ഒരു കുറ്റവാളിയെപ്പോലെ കവിതയെ ചൂഴ്ന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിമായ്ക്ക് എന്താ സംഭവിച്ചത്? അവളെ ആരാ ചതിച്ചത്? ഭരതനിൽ നിന്ന് ഇത്തരമൊരു ചോദ്യം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ നിന്ന നിൽപ്പിൽ യാതൊരു മാറ്റവുമില്ലാതെ ചോദിക്കുന്നവനോട് എന്ത് മറുപടി പറയുമെന്നറിയാതെ കവിത കുഴങ്ങി. ഇനി മൊത്തത്തിൽ കുഴങ്ങാൻ പോവുകയാണ്. നമ്മൾ ഭരതൻ ഇതെല്ലാം എതിരിടും. ഭരതൻ എന്ന ഒരു നല്ല മനുഷ്യനെ നഷ്ടപ്പെടുത്തിയതാണ് ഉണ്ണിമായുടെ വലിയ ഒരു നഷ്ടം ജീവിതത്തിൽ. പക്ഷേ ദൈവത്തിനൊരു നിയോഗമുണ്ടല്ലോ. ഭരതന് ആര് വേണം എന്നുള്ളത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ നടക്കും. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നും ഉണ്ണിയമ്മായിക്ക് ഭരതനെ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവും. കഥ ഇനിയും ഉണ്ട്. ഒത്തിരി വലിയ കഥയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കഥ വായിക്കണം, എൻ്റെ കൂടെ ഉണ്ടാവണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഥയും എൻ്റെ ചാനലും ഒക്കെ ഒരു വിജയമാക്കി തരണം കേട്ടോ. എല്ലാവരോടും നന്ദി. താങ്ക് യു.